എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Moon card, Page of Pentacles, Empress, Nine of Pentacles, Sun card, Ten of Wands. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൂൺ ആൻഡ് സൺ എനർജി കണക്ഷൻസ് ആണ് സ്ട്രോങ് മെസ്സേജസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി അതായത് ക്ലാരിറ്റി ഇല്ലായ്മ, വ്യക്തതയില്ലായ്മയിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിട്ട്, സാമ്പത്തികമായിട്ടുള്ളത്, കുടുംബപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജോലി ഉത്തരവാദിത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ജോലി തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കരിയറിൽ വളരെ ഊന്നൽ കൊടുക്കുന്ന സമയമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് എങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തത കുറവുണ്ടായിരുന്നിരിക്കുക. അതായത് ഈ ജോലിയിൽ ഇനി തുടരണോ, ഈ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു അംഗീകാരം ജോലിയിൽ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ജോലിയിലല്ല മറ്റൊരു ജോലിയിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളെ പലതരത്തിലും നിങ്ങൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ ജോലിയിൽ നിന്നൊരു മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആത്മവിശ്വാസം വളരെ കൂടുതലുള്ള സമയമായിരിക്കും. ഇപ്പോൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സാധ്യതയാണ്. കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾ ഒരു വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കാനും അതേപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാനുമുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. പുതിയ ഇൻ്റർവ്യൂസ്, ടെസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മത്സര പരീക്ഷകളോ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ സാധ്യതകളുള്ള സമയമാണ് ഈ ഒരു മാസം. IELTS, TOEFL പോലെ വിദേശത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡിലുള്ളതോ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മത്സര പരീക്ഷകളാവാം വിജയസാധ്യതകൾ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൽ വിജയസാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വ്യക്തമായിട്ടുള്ള നിങ്ങൾക്ക് ധാരണ കുറവ് അടുത്തിടയ്ക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതിരുന്നെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊക്കെ നിങ്ങൾക്ക് വരാണ് ജീവിതത്തിൽ എവിടെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഒരു വ്യക്തത വരുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് കൂടാതെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂടിയും ഇപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ബിസിനസ് ചില ആളുകളെ സംബന്ധിച്ച് അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് ബിസിനസ് നിർത്തി പുതിയൊരു ഒന്നുകിൽ ഇപ്പോൾ ഉള്ള ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു സംരംഭം തുടങ്ങുന്നതിലേക്ക് പോകാം. അതൊരു പക്ഷേ പുതിയൊരു സംരംഭം ഓൾറെഡി സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് പതുക്കെ മുന്നോട്ടേക്ക് വരുന്നു എന്ന് തുടങ്ങുമ്പോൾ പഴയ ബിസിനസ് പൂർണ്ണമായിട്ടും നിർത്തി പുതിയൊരു മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയാവാം. ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിലും അതിനും സാധ്യത ഈ ഒരു സമയം നല്ലതായിട്ടാണ് കാണിക്കുന്നത്. കല്ലിടിൽ ചടങ്ങുകളോ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുക. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ അത് കല്ല് ഇടലാവാം, വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സായിട്ട് സ്ഥാപിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കടയോ താൽക്കാലികമായിട്ട് വാടകയ്ക്ക് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ ഉള്ള സാഹചര്യത്തിന് വളരെ സാധ്യതകൾ നൽകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വരുത്താൻ, അതായത് ഈ വരുന്ന 10 വർഷമോ അതിൽ കൂടുതലോ ഉള്ള കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത വരുത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ്
ടു ഓഫ് വോൺസ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റുന്നു എന്നുള്ളൊരു തൃപ്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. അപ്പോൾ ജീവിതം എങ്ങനെ പല കാര്യങ്ങളും ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇവിടെ ചില ആളുകൾ മറ്റുള്ളവരെ പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതം. അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളേ അല്ല. അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പതുക്കെ ഉത്തരവാദിത്തങ്ങളുടെ അളവ് കുറച്ചു കൊണ്ടുവരികയോ സ്ലോലി അത് കുറച്ച്, ഇപ്പോൾ ഒരാളുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയുടെ കാര്യം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലിയാടാവുന്ന ഒരു രീതിയാണെങ്കിൽ, ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടാവാം, നിങ്ങളൊരു ഉപകാരം എന്നുള്ള രീതിയിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണെങ്കിൽ ഒരു ദിവസത്തിൽ 3 ദിവസമാക്കി കുറയ്ക്കുക. പിന്നെ പതുക്കെ അത് പൂർണ്ണമായിട്ടും കുറച്ചു കൊണ്ടുവരിക. കാരണം പലരും ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സഹായങ്ങൾ അവരത് സഹായിക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് അവരത് മുതലെടുക്കുന്നതാണെന്ന് പലപ്പോഴും മനസ്സിലാകാറില്ല. പൊതുവേ ആളുകൾ ചിന്തിക്കുന്നത് മിതമായിട്ട് സംസാരിക്കുന്നു, സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ച് ഒരു വളരെ പാവങ്ങളാണ്, ഒച്ചയിൽ സംസാരിക്കുന്നവർ വളരെ നെഗറ്റീവാണ് എന്നുള്ളൊരു ചിന്തയാണ്. സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന അവരുടെ കാര്യങ്ങൾ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടും ആവാം, അല്ലെങ്കിൽ പൊതുവെ ഒരു സംസാര രീതി അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് അവരുടെ മനസ്സ് അതുപോലെ തന്നെ ആകണമെന്നുമില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ആളുകളുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓവറായിട്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാവരുത് നിങ്ങളുടെ ജീവിതം. എംപ്രസ് ആൻഡ് സൺ കാർഡാണ്. നിങ്ങളുടെ ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നൊരു സമയം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പലതും ഈ പറഞ്ഞ പോലെ പല ഉത്തരവാദിത്തങ്ങളും മാറ്റിവെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയം കിട്ടിത്തുടങ്ങും. നിങ്ങളുടേതായിട്ടുള്ള സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാത്തവരാണെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ സൺ കാർഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും പല കാര്യങ്ങളും. പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, ഒത്തിരി അബോർഷൻസ് നടന്നിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവർ, അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു പ്രഗ്നൻസി അത് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ചില ആളുകൾക്ക് നിലനിൽക്കാത്തൊരു സാഹചര്യം എന്നുള്ളതാണ് ഇവിടെ കോൺഫിഡൻസ് സൂചിപ്പിക്കുന്ന ഒരു പ്രഗ്നൻസിയും. അതേപോലെ നിങ്ങൾ നല്ലൊരു കുട്ടി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. ഹാപ്പിനെസ് അതിൻ്റേതായിട്ടുള്ള ഒരു ആഘോഷങ്ങളും കാര്യങ്ങളാവാം. ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന പ്രസവിക്കുന്ന സാഹചര്യവും സന്തോഷവും ഒക്കെ കുടുംബത്തിലുണ്ടാകുന്നു. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്നു. ചില ആളുകൾ നിങ്ങൾ ജോലി നിർത്തിയിട്ട് നിങ്ങൾ ഒരു എന്തെങ്കിലും ബിസിനസ്, അതായത് നിങ്ങൾ എന്തിലാണോ പാഷനേറ്റ് ആയിട്ടുള്ളത്, കലാപരമായിട്ടുള്ളതോ മറ്റോ, ആ കഴിവുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. യാത്രകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ യാത്ര എന്ന് പറയുന്നത് സോളോ ട്രിപ്പ്, ചില ആളുകൾ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ യാത്ര നിങ്ങൾക്ക് വലിയൊരു യാത്ര നിങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു. ഒരിക്കലും യാത്രകൾ അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളവരെ സംബന്ധിച്ച് ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നതിൻ്റെ തൃപ്തിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ വീട് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തീരുമാനിച്ച ചില കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. അത് പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയൊരു തടസ്സമോ ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ അത് വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തടസ്സങ്ങളല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ചില പ്ലാൻസിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതൊന്നും കൂടി മികച്ചതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലാതെയുള്ള തടസ്സങ്ങളല്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സിറ്റുവേഷൻസ് വരികയാണ്, പ്ലാൻ ചേഞ്ച് ചെയ്യാം, അതൊക്കെ വരികയാണെങ്കിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, അത് പോസിറ്റീവായിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ട് പഠിത്തത്തിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്.
വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന സമയവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൊതുവെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരും ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.